നമസ്കാരം. പി ബി അൻവർ പാർട്ടി രൂപീകരിക്കുമോ? മുഹമ്മദ് ഷിയാസിന് പി ബി അൻവർ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പി വി അൻവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ കെ ടി ജലീൽ അടക്കമുള്ള ആളുകൾ ഉണ്ടാകും എന്ന മട്ടിലൊക്കെ ചില കുപ്രചരണങ്ങൾ, ചില വ്യാജ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൃഷ്ടാക്കൾ ബി ജെ പി ഏജന്റുമാരാണ് താനും. ചില മറുനാടന്മാരൊക്കെ പുകച്ചു വിടുന്ന ചില പുകയുമൊക്കെ ആയിട്ടാണ് പല സംഘികളും സംഘപരിവാരങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഉറ്റ തോഴന്മാർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറ്റ തോഴന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒപ്പം പി ബി അൻവറിന് ഇപ്പോഴുള്ള പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയുമൊക്കെ ചർച്ച മറ്റൊരു വഴിയിലേക്ക് മാറ്റിവിടാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളാണ്. പക്ഷേ അതൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പി വി അൻവർ പുതിയ പാർട്ടിയൊന്നും രൂപീകരിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് എന്ത് പാഠപുസ്തകമാണ് ഈ പി വി അൻവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആരാണ് ജയശങ്കർ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പാഠം തന്നെയാണ് പി വി അൻവർ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണല്ലോ, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട്, അതായത് കോൺഗ്രസ്സുകാരുടെയും ഇടത് പക്ഷത്തിൻ്റെയും ഒക്കെ വലിയ ശത്രുവായിട്ടുള്ള, അവരെ നിരന്തരം കടന്നാക്രമിക്കുന്ന സംഘപരിവാർ ഏജൻ്റായിട്ടുള്ള ജയശങ്കറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജയശങ്കറിൻ്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഒഴിക്കാൻ വേണ്ടി പി വി അൻവർ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാലിൽ അങ്ങ് തിരിച്ചു പോവില്ല എന്ന രീതിയിലുള്ള ഒരു ഗീർവാണമൊക്കെ മുഴക്കി നിന്ന മുഹമ്മദ് ഷിയാസ് നമ്മൾ കണ്ടതാണ്. അവസാനം പി വി അൻവറിനെ വർഗീയവാദിയാക്കിയും അതുപോലെ തന്നെ മതരാഷ്ട്രവാദിയുമൊക്കെ ആക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ മാപ്പ് പറഞ്ഞ രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് അങ്ങനെ പി വി അൻവറിനെ പറ്റി ഒരു തോന്നലൊന്നുമില്ല. അദ്ദേഹം വർഗീയവാദിയൊന്നുമല്ല, അദ്ദേഹം മതരാഷ്ട്രവാദിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അഡ്വക്കേറ്റ് ജയശങ്കർ തടി തപ്പിപ്പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിന് പി വി അൻവർ കൊടുത്ത മറുപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ജയശങ്കർ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പോസ്റ്റിലൂടെ ഒരു പാഠം പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് ഷിയാസിന്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയൊക്കെ കളിയാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഇട്ട ഒരു പോസ്റ്റ് പി വി അൻവർ മുഹമ്മദ് ഷിയാസിൻ്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി വെച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് ഷിയാസ് കണ്ടു കാണും, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ പറയുന്നത്: ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ നഹി, ഹമാര രാഷ്ട്രഭാഷ ഇറ്റാലിയൻ ഹേ. കോൺഗ്രസ് അംഗങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ വേണം സത്യപ്രതിജ്ഞ ചെയ്യാൻ. കാരണം നമ്മുടെ മാതൃഭാഷ ഇറ്റാലിയനാണ്, ലോകത്തെ ഏറ്റവും മനോഹരമായ ഭാഷ. ഇറ്റാലിയൻ അറിയാത്തവർ സ്പാനിഷിലോ ഫ്രഞ്ചിലോ സത്യവാചകം ചൊല്ലണം, തീരെ നിവൃത്തിയില്ലാത്തവർ ഇംഗ്ലീഷിൽ. അഹിംസ പാർട്ടിക്ക് ഹിന്ദി ഹറാമാണ്, പ്രാകൃത ഭാഷ, ബി ജെ പിക്കാരുടെ ഭാഷ, നമ്മുടെ പാർട്ടിയെ തോൽപ്പിച്ച അലവലാദികളുടെ ഭാഷ. കൊടിക്കുന്നിൽജി ചെയ്തത് തെറ്റാണ്. ഒന്നുകിൽ ഡീനും ആൻഡോയും ഹൈബിയും ചെയ്തതുപോലെ മാന്യമായി ഇംഗ്ലീഷിൽ പ്രതിജ്ഞ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ വേണമായിരുന്നു. ബി ജെ പിക്കാരുടെ കയ്യടി കിട്ടാൻ ഹിന്ദി സത്യവാചകം ചൊല്ലിയത് അച്ചടക്ക ലംഘനമാണ്, ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണ്. ഹിന്ദി ഒഴികെ ഇറ്റാലിയൻ വാഴുകെ എന്നാണ് ഇത് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കടന്നാക്രമിക്കുന്ന, വഷളൻ പ്രതികരണത്തിലൂടെ നിരന്തരം കടന്നാക്രമിച്ച് അപമാനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെയാണ് മിസ്റ്റർ മുഹമ്മദ് ഷിയാസെ നിങ്ങൾ പൊക്കിപ്പിടിച്ച് പിന്തുണ അർപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പോസ്റ്റ് പറയുന്നത് ഇതാണ്: അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ, നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു വാർത്തയാണ് അതിലിട്ടിരിക്കുന്നത്, കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതാണ് നമ്മൾ ഇടാത്തത്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ പ്രവർത്തകർ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചീമോട്ടയൊക്കെ ആയിട്ട്. എന്തിനാണ് ചെന്നതെന്ന് അറിയും? അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തിയതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി അവിടെ ചെന്ന് ജയശങ്കറിൻ്റെ ഓഫീസിന് നേരെ ചീമോട്ട എറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു മാലിന്യ ടാങ്കിനെയാണ് ഈ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചുമന്നത്. അപ്പോൾ മുഹമ്മദ് ഷിയാസിന് ഇതൊന്നും അറിയാത്തത് കൊണ്ടാകില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. നന്നായി തന്നെ ആരാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊക്കെ മുഹമ്മദ് ഷിയാസിന് നന്നായി അറിയാം. പിന്നെ ആർക്ക് വേണ്ടിയാണ് മുഹമ്മദ് ഷിയാസ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഇങ്ങനെ ചുമന്നത് എന്നൊരു ചോദ്യത്തിന് മുഹമ്മദ് ഷിയാസ് ഉത്തരം നൽകേണ്ടതുണ്ട്. എനിക്കല്ല, സ്വന്തം പ്രവർത്തകർക്ക്. സ്വന്തം പ്രവർത്തകരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്: എന്തിനു വേണ്ടിയായിരുന്നു ഈ അഡ്വക്കേറ്റ് ജയശങ്കറും പി വി അൻവറും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ പോയി കയറിക്കൊടുത്തത്? എന്തിനു വേണ്ടിയാണ് ജയശങ്കറിന് വേണ്ടി പക്ഷം പിടിച്ചത് എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഈ ജയശങ്കർ നടത്തിയ പ്രസ്താവന തീർത്തും നമ്മുടെ ഈ മതനിരപേക്ഷ മതസൗഹാർദ്ദ നാടിന് ചേർന്നതായിരുന്നു. ഒരാളെ ഇങ്ങ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ വർഗീയവാദിയായി മതരാഷ്ട്രവാദിയാക്കി ആയിട്ട് അങ്ങ് ചിത്രീകരിക്കുകയാണ്. അത് കൊടിയ വിഷമുള്ളിൽ കിടക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെയുള്ള വർഗീയതയൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാലിന്യ ടാങ്കിനെ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി
പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർക്ക് വികാരമുണ്ടാകും, അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ മുഹമ്മദ് ഷിയാസ് ഇങ്ങനെ പിടിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? പാർട്ടിക്കൊന്നും സംഭവിച്ചില്ല. ഷിയാസിനെ പോലുള്ള ചില ആളുകളുടെ അകത്ത് കിടക്കുന്ന സംഗതി എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായി. അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണയ്ക്കുന്നു. അതിന് കാരണം ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് PV അൻവർ പറയുന്നു. സതീശിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. സതീശിന്റെ ഗൂണ്ടയാണ് ഷിയാസ് എന്ന് പറയുന്നു. മാത്രമല്ല ഒരു DCC ജനറൽ സെക്രട്ടറി സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി ഷിയാസിന് കൊടുത്തിട്ട് ഷിയാസിന് അതിലൊരു ഒത്തുതീർപ്പ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങൾ കൂടി PV അൻവർ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സമയത്ത് അതുപോലും പരിഹരിക്കാതെ ഈ ജയശങ്കറിനെ താങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്തായാലും ജയശങ്കർ നൈസായിട്ട് സ്കൂട്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ പെട്ടുപോയിരിക്കുന്നത് മുഹമ്മദ് ഷിയാസ് ആണ്. മുഹമ്മദ് ഷിയാസിന് നല്ലൊരു പാഠപുസ്തകം തന്നെയാണ്. എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് തുറന്നു കാണിക്കുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് മുന്നോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. മോനെ ദിനേശ, കളിക്കാൻ ഇറങ്ങുമ്പോൾ ആളറിഞ്ഞ് കളിക്കണം എന്ന് മുഹമ്മദ് ഷിയാസിനോട് പറയുകയാണ്. എന്തായാലും മുഹമ്മദ് ഷിയാസ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മാളത്തിനകത്താണ്, വേറൊന്നും കൊണ്ടല്ല, പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വലിച്ച് ഒട്ടിച്ച് വിടുന്നുമുണ്ട്. ഇപ്പോൾ ഇതും കൂടിയായപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രവർത്തകരടക്കം, എന്തിന്, എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരടക്കവും ഈ PV അൻവറിനൊപ്പമാണ്. PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അതൊരു നിസ്സാര പോരാട്ടമല്ല. നമ്മുടെ നാടിന് വേണ്ടി, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോരാളിക്കെതിരെ ഇങ്ങനെ ചില തുരപ്പന്മാർ, ചില ചൊറിയന്മാർ ഇറങ്ങി രംഗത്തേക്ക് വരുമ്പോൾ അത്തരക്കാരെ ചെറുക്കുമെന്നേ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ചിലപ്പോൾ ചെറുത്തു പോകും. കാരണം അത്തരക്കാരുടെ ഒരു ചെറിയ നീക്കം ഈ അൻവറിന്റെ പോരാട്ടത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേടുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറെ വൈകിപ്പിക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിൽ എന്തായാലും അൻവറിനൊപ്പം എല്ലാവരും നിന്നുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഈ അധ്യക്ഷൻ രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട്, ഈ DCC സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊന്നും അധികമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു അതിശക്തമായ സംഘപരിവാരങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിശക്തമായ ഏതെങ്കിലും സമരമുഖത്തൊക്കെ ഷിയാസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ട് ജോജുവായിട്ട് മൽപ്പിടുത്തം നടത്തി നാണം കെട്ട കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. രണ്ടാമത് ഇപ്പോൾ PV അൻവറിനെ ഒന്ന് കയറി പിടിച്ച് PV അൻവറിനോടൊന്ന് കോർത്ത് മാധ്യമങ്ങളിലൊക്കെ ഒന്ന് വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടി കയ്യടി മേടിക്കാമെന്ന കോർത്ത് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലാണ്. അവസാനം ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഏറിൽ നിന്ന് താഴെ ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ആളുകളോട് എന്ത് പറയാനാണ്. എന്തായാലും PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഒരു വീര്യം കൂടി വരികയാണ്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ എന്തായാലും സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനകം തന്നെ റിപ്പോർട്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തും. മുഖ്യമന്ത്രി അത് പരിശോധിച്ച ശേഷം എന്തായാലും ADGP MR അജിത് കുമാറിനെ പുറത്താക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് PV അൻവർ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതര സ്വഭാവമുള്ള തെളിവുകളും DGPക്ക് അദ്ദേഹം കൈമാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ എന്തായാലും വളരെ ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ അതിശക്തമായ മാതൃകാപരമായ നടപടി തന്നെ സർക്കാർ എടുപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.